എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഖത്തറിലെ തന്നെ വൺ ഓഫ് ദി ലക്ഷറി സിറ്റികളൊന്നായിട്ടുള്ള നമ്മുടെ മിഷേർബ് ഡൗൺ ടൗണിലാണ് കേട്ടോ. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ശരിക്കും ഏകദേശം 20 ബില്യൺ ഖത്തർ റിയാൽ, അതായത് ഓൾമോസ്റ്റ് ഒരു 5.5 ബില്യൺ US ഡോളേഴ്സൊക്കെ സ്പെൻഡ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള അതിഗംഭീരമായിട്ടൊരു സംഭവമാണ് നമ്മുടെ ഒരു മിഷേർബ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇത്രത്തോളം ഇവിടെ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡൗൺ ടൗൺ പ്രൊജക്റ്റായിട്ട് മാറി. അപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരുപാട് ബിൽഡിങ്സ് കാണാം. ശരിക്കും എന്താണ് ഈ ബിൽഡിങ്സിനകത്തൊക്കെ ഉള്ളത്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു വീട്ടിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 31 ഹെക്ടറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ ഈ ഒരു മിഷേർബ് ഡൗൺ ടൗൺ ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നമുക്കിതിനകത്തുള്ള ഈ ഒരു വാക്ക് വേയിലൂടെ ഒക്കെ നടന്നിട്ട് നമുക്ക് ഈ ഒരു മിഷേർബ് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാഹനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, എൻ്റെ ഫ്രണ്ട് കൂടെ കാണുന്ന ആ റോഡാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഫുള്ള് ഇതിൻ്റെ റൗണ്ട് ചെയ്തിട്ട് റോഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വാഹനം കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു മിഷേർബ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന നമ്മുടെ മിഷേർബ് ട്രാം കേട്ടോ. ഓരോ 5 മിനിറ്റിനകത്തും നമ്മുടെ ഈ ഒരു മിഷേർബ് വഴി സർവീസ് നടത്തുന്ന ഈ ഒരു ട്രാം ഏകദേശം 9ഓളം സ്റ്റേഷൻസ് കവർ ചെയ്തിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു എൻ്റയർ മിഷേർബിൻ്റെ ഡൗൺ ടൗൺ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗി നോക്കിയാൽ വരുന്നത് കാണാനായിട്ട്. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് നോക്കിയാൽ ഒരു ട്രാമിൻ്റെ സ്റ്റേഷൻ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മിഷേർബിൻ്റെ 1ാമത്തെ സ്റ്റേഷൻ. മിഷേർബ് ടൗൺ ടൗണിലെ ആ ഒരു ട്രാമിൻ്റെ 1ാമത്തെ സ്റ്റേഷൻ സഹാത്ത് അൽ നഖീൽ സ്റ്റേഷൻ എന്നാണ് പേര്. അപ്പോൾ ആ ഒരു ട്രാം ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഇവിടുന്ന് നടന്നു നോക്കാം അല്ലേ, അതായിരിക്കും നല്ലത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാമിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന ഓരോ ബിൽഡിങ്ങുകളും ഇവിടുത്തെ ലേറ്റസ്റ്റ് ടെക്നോളജികളും അതേപോലെ തന്നെ മോഡേൺ ആർക്കിടെക്ചേഴ്സൊക്കെ ചേർന്നിട്ടുള്ളൊരു മിശ്രിത രൂപമാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഭയങ്കര അടിപൊളിയാണ് ഇതിനകത്തൂടെ നടക്കാനെന്ന് പറയുമ്പോൾ തന്നെ. ഇതിൻ്റെ പല ഭാഗങ്ങളും ഇതേ കണക്കുള്ള ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്ന അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ കേട്ടോ. ഏകദേശം 2010 നമ്മുടെ ഈ ഒരു ഖത്തർ ഗവൺമെൻറ് മിഷേർബ് ഡൗൺ ടൗൺ എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. അതുവരെ ദോഹയിലെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏതൊരു നഗരത്തെ പോലും തന്നെയായിരുന്നു വെറും കുറച്ചധികം ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ ബിൽഡിങ്സൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഒരു മരുഭൂമിയായി കിടന്നിരുന്ന ഈ ഒരു സ്ഥലം 2010 മിഷേർബ് ഡൗൺ ടൗൺ എന്നുള്ള ഒരു ഡ്രീം പ്രോജക്റ്റ് നമ്മുടെ ഖത്തർ ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പുറത്ത് നമുക്ക് ആ ഒരു മിഷേർബിൻ്റെ മെട്രോ സ്റ്റേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചെറുതായിട്ട് എന്തൊക്കെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഒരു മിഷേർബ് എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് ഡ്രിങ്കിങ് വാട്ടർ, അഥവാ വെള്ളം കുടിക്കാനുള്ള സ്ഥലം എന്നുള്ള ലെവലിലാണ് ഈ ഒരു മിഷേർബ് അറബിയിൽ അറിയപ്പെടുന്നത്. ആ ഒരു വാക്കിൻ്റെ കാരണം കൊണ്ട് തന്നെയാണെന്ന് അറിയില്ല, നമുക്കിതിവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതേ കണക്കുള്ള ഒരുപാട് വാട്ടർ ഫൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ധാരാളമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഈ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു ചെറിയ മുളയും കാര്യങ്ങളും ചെറിയ മരങ്ങളും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കുന്നൊരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം എന്താ പറയുക, ആൾക്കാരോട് ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം ബഹളങ്ങളോ കാര്യമൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ട്രാമിൻ്റെ ഒരു എന്താ പറയുക വേയാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രോസായിട്ടും അതേപോലെ അതിൻ്റെ പാരലായിട്ടൊക്കെ തന്നെ റോഡും പോകുന്നുണ്ട്. അപ്പോൾ പെഡസ്ട്രിയൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുള്ളതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റിക്ക് അത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് വരും കേട്ടോ. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഇതേപോലെ സെക്യൂരിറ്റീസിനെ കാണാൻ സാധിക്കും. അതല്ലാണ്ട് ഒരു മിഷേർബിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ട എല്ലാ ഭാഗത്തും ഒരു ക്യാമറ സർവീലൻസ് 24 hours ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ബൈസൈക്കിൾസൊക്കെ നിർത്തിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. സൈക്കിൾസൊക്കെ ഈ ഒരു ഭാഗത്താണ് നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അത് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിലുള്ള നടക്കും അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സ്റ്റേഷനിൽ എന്തൊക്കെ നമുക്ക് കാണാനുള്ളതെന്നൊക്കെ ഈ ഒരു സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് ട്രാമിൻ്റെ 2ാമത്തെ സ്റ്റേഷനിലാണ്. കണ്ടോ, യുവർ ഹിയർ എന്ന് കണ്ടില്ലേ, ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും. ഇതിൻ്റെ 3ാമത്തെ സ്റ്റോപ്പിലൊരു സംഭവമാണ് ഈ ഒരു മിഷേർബ് ഗാലറി കേട്ടോ. ആക്ച്വലി ഇതൊരു ഷോപ്പിംഗ് മാളാണ് ഇതിനകത്തുള്ള.
ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 100-ലധികം ബിൽഡിങ്സ് ആണ് നമുക്ക് ഈ ഒരു മിഷേറബ് ഡൗൺ ടൗൺ അത് കാണാൻ സാധിക്കുന്നത്. അതിൽ പലതും അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പാർട്ട്മെൻറ്റ്സ്, അതേപോലെ റീറ്റെയിൽ ഷോപ്പുകൾ, മാളുകൾ, പിന്നെ മസ്ജിദുകളുണ്ട്, ഹെറിറ്റേജ് ഹോംസ് ഉണ്ട്. അങ്ങനെ പല ഭാഗങ്ങളായിട്ടാണ് ശരിക്കും ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന പല ബിൽഡിങ്ങുകളും ലീഡ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ബിൽഡിങ്സുകളാണ്. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്നുള്ളതൊക്കെ ഞാൻ താഴെ കൊടുക്കാം, വേണ്ട ആൾക്കാരെ വായിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ട്രാമിൻ്റെ 3ാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതേപോലുള്ള ഒരു വഴി താഴോട്ട് കാണാൻ സാധിക്കും. ആക്ച്വലി ഇത് നമ്മുടെ സൂക്ക് വാക്കിഫിലോട്ടുള്ള ഒരു ഡയറക്റ്റ് ആക്സസ് ആണ് കേട്ടോ. അപ്പോൾ സൂക്ക് വാക്കിഫ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഖത്തറിൽ തന്നെയുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ് സൂക്ക് വാക്കിഫ്. ശരിക്കും ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് കാണാനുണ്ട്. എന്താ പറയുക, നമ്മുടെ ഖത്തറിൽ വരുന്ന ഒരാൾ ശരിക്കും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൂക്ക് വാക്കിഫ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോയും ഈ ഒരു സൂക്കിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു ദിവസം വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ ഒരു വീഡിയോ എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു മ്യൂസിയം കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി വരുന്നത് ഈ ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ അടിപൊളിയിലൊരു മിനാരൊക്കെ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു വൈറ്റ് സ്റ്റോൺസും എന്താ പറയുക, ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പള്ളി അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഭയങ്കര എന്താ പറയുക, ചെറുതായിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടത്. നമ്മുടെ ഈ ഒരു മ്യൂസിയംസ് വരുന്നത് നിങ്ങൾ കണ്ടോ, ആ ഒരു ട്രാമിൻ്റെ സ്റ്റേഷൻ നമ്പർ 5-ലാണ്. അതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ നിങ്ങൾ, കൊടുത്തിട്ടുള്ളത് കണ്ടോ, ഹെറിറ്റേജ് കോട്ട എന്നാണ് ആ ഒരു സ്റ്റേഷൻ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ആ പേര് പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു മ്യൂസിയംസും കാര്യമൊക്കെ ഉള്ളത്. ബാക്കിയൊക്കെ കണ്ടു, എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം 9 to 5 ആണ് സമയം. നിങ്ങൾ കണ്ടോ, 9 to 5 ആണ് ഇതിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് ടൈമിങ് കാണാം. 9 to 5 ആണ് ടൈം കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 4:55 അവർ ക്ലോസ് ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ഇതും കൂടി ഉള്ളൂ. കാരണം നിങ്ങൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ബ്രീഫായിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഇതിൻ്റെ ഫുള്ളായിട്ട് സംഭവം ചെയ്യാം കേട്ടോ. ഈ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരുപാട് ടെക്നോളജികളുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ, സാധാ ഒരു റൂഫ് പോലെയല്ല കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഓവറായിട്ട് വരുന്ന ചൂടും കാര്യങ്ങളൊക്കെ തന്നെ കൂളിങ് ചെയ്യുന്ന ഒരു കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എത്ര ചൂടത്ത് വന്നു കഴിഞ്ഞാലും ഒരു നല്ല രീതിയിലൊരു തണുപ്പും കാര്യമൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അതുമാത്രമല്ല ഈ സാധനങ്ങളൊക്കെ രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ്. പല കളറിൽ പല നിറത്തിലുള്ള ഒരുപാട് ലൈറ്റ്സും കാര്യമൊക്കെ കൊടുത്തിട്ട് അടിപൊളിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ രാത്രി എടുത്തിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇതിനകത്ത് ആദ്യം നോക്കാം. ഈ എംസ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആക്ച്വലി ഇവിടുത്തെ ഈ ഫാഷൻ ആൻഡ് ടെക് ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ക്രിയേറ്റീവ് ഹബ്ബാണ് കേട്ടോ. പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള മാപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പം നമുക്ക് പോകേണ്ടത് അൽ ഖറാബ സ്ട്രീറ്റ് ഇതിലോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കേട്ടോ, അൽ ഖറാബ സ്ട്രീറ്റ്. കണ്ടോ, ശരിക്കും ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഖത്തറിൽ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു കണക്ഷനൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു സ്ഥലത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു നമ്മൾ നടക്കുന്ന ഭാഗത്തായിട്ട് തന്നെ ഇതേപോലെ പല കളറുകളിൽ ലൈറ്റ്സുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. എന്തോ അങ്ങനെയൊക്കെ അടിപൊളിയാണ് കേട്ടോ ലൈറ്റ്സിനെ കാണാനായിട്ട്. ആ ഒരു ഫ്ലോറിലാണ് ലൈറ്റ്സും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഈ ഭാഗം. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്താണ് ആ ഒരു പാർക്കിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. കണ്ടില്ലേ, ഓരോ ബിൽഡിങ്ങിൻ്റെ ഇതേ കണക്കുള്ള പാർക്കിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പാർക്കിങ് വണ്ടിയെടുത്ത് വരുന്നതാണ്. ഉണ്ട്. ഇപ്പോൾ ഏതായാലും കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ട്രാമിൽ കൂടെ ഒന്ന് കയറിയിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ കയറാം കേട്ടോ.
ഗുഡ് പിന്നെ എത്രാസ്. സോ നമ്മളിപ്പോൾ എല്ലാവർക്കും ഈ ഒരു എത്രാസ് എന്തായാലും മസ്റ്റായിട്ട് കാണിക്കണം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് പോയിക്കാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ സംഭവം ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഈ ട്രാമിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ട്രാമിനെ പോലെ അല്ല, കുറച്ചൊരു മാറ്റമുണ്ട്. ഒരൊറ്റ ബോഗിയായിട്ട് പോകുന്ന സംഭവമാണ്. ഉണ്ടോ? ചെറുതിലാണ് ഫുള്ള് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ ഒരു ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളത്. ഈ ലെവലാണ് ട്രാമിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ കൊറോണ റെസ്ട്രിക്ഷൻസ് മാറ്റുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഒറ്റ സീറ്റിൻ്റെ കാര്യം ട്രാമിലൊരു ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ഫുള്ള് നമുക്കൊരു 360 ഡിഗ്രി ട്രാമിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ള് കാണാനുള്ളതാണ്. നമുക്കൊരു ബാക്കിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചിട്ടോ. ഏറ്റവും ബാക്കിൽ നിന്ന് ഞങ്ങൾക്കൊരു സംഭവം ഫുള്ളായിട്ട് കാണാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. അവസാനം നമ്മൾ തുടങ്ങിയ ഭാഗത്ത് തന്നെ കറങ്ങി തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു മിഷേർബിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ഹെറിറ്റേജ് ഹോമിലൊന്നും നമ്മൾ മിസ് ചെയ്തു. കാരണം നമ്മൾ അവിടെ എത്തിയപ്പോഴേക്ക് സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 5 മണി വരെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയുള്ള ഈ ഒരു മിഷേർബിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കിരണ കാഴ്ച വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും പീസ്ഫുൾ ഡേ.